പരിപ്പിട്ടിട്ട് മുരിങ്ങച്ചപ്പ് കറിയാക്കാം. തേങ്ങ അരയ്ക്കാതെ ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് ഒരു മുരിങ്ങച്ചപ്പ് കറി ഉണ്ടാക്കിയെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചോനപ്പരിപ്പ് ഇവിടെ കഴുകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു തക്കാളിയും പകുതി സവാള ഒരു പച്ചമുളകും ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മുരിങ്ങച്ചപ്പ് കൂടി ഇതിൽ കഴുകിയിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ മുരിങ്ങച്ചപ്പെല്ലാം കഴുകിയിട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പിട്ട് കൊടുത്തിട്ട് അടുപ്പത്ത് ഒരു 3 വിസിൽ വരുത്തിക്കാം. എന്നിട്ട് നമുക്ക് നോക്കാം. പരിപ്പ് മുരിങ്ങച്ചപ്പ് കറി ഒഴിച്ച് കറി റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, തക്കാളിയെല്ലാം നല്ല രീതിയിൽ തന്നെ ഉടഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. കറിക്ക് വേണ്ടിയിട്ട് വറുത്തിട്ട് കൊടുക്കാം. ഇത് നമ്മളെ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ചെറിയ ജീരകം കൂടി ഇട്ടിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. പിന്നെ നമുക്ക് ഇനി ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വരട്ടിയെടുക്കുക. നമ്മൾ ചെറിയ ഉള്ളി ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ഷെയറും കമൻറ്റും ചെയ്യണേ. ഓക്കെ, താങ്ക്സ്.